വത്തിക്കാനിലേക്കാണ് വീണ്ടും. ആഗോള കത്തോലിക്ക സഭയുടെ 267 പരമാധ്യക്ഷന്റെ പുതിയ മാർപ്പാപ്പയുടെ വലിയ ഇടയന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ വത്തിക്കാനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക സമാധാനത്തിനു വേണ്ടി മാർപ്പാപ്പയുടെ പ്രാർത്ഥന. മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. വത്തിക്കാനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. സ്ഥാനമോതിരവും വസ്ത്രവും അല്പസമയം മുൻപാണ് മാർപ്പാപ്പ ഏറ്റുവാങ്ങിയത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരമായി മാറിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെ പ്രതിനിധികളായി 12 പേർ മാർപ്പാപ്പയോട് കൂറ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫാദർ ജേക്കബ് പ്രസാദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഫാദർ, ഇനിയുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ ലിയോ പാപ്പയുടെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭാഗമായിരുന്നു. അത് അവസാനിച്ചത് സ്നേഹത്തിനും സമാധാനത്തിനുമായുള്ള ഒരു മുറവിളിയോടുകൂടിയായിരുന്നു. അതിനെ തുടർന്ന് വിശ്വാസപ്രമാണം, സഭയുടെ വിശ്വാസപ്രമാണം പ്രാർത്ഥിക്കുകയുണ്ടായി. അത് ലത്തീൻ ഭാഷയിലാണ് ഗായക സംഘം പാടിയത്. ലത്തീൻ ഭാഷയിൽ ഉള്ള വിശ്വാസപ്രമാണം ലോകം ആസകലമുള്ള കത്തോലിക്ക വിശ്വാസികൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ആണ് വിശ്വാസപ്രമാണം എന്ന് പറയുന്നത്. അതിനെ തുടർന്ന് വിശ്വാസികളുടെ പ്രാർത്ഥനയുണ്ടായി. വിശ്വാസികളുടെ പ്രാർത്ഥന വളരെ സവിശേഷമായിട്ട് രൂപമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. വിശ്വാസികളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ജനം വന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ചത് പോർച്ചുഗീസ് ഭാഷയിൽ, ഫ്രഞ്ച് ഭാഷയിൽ, അറബിക് ഭാഷയിൽ, പോളിഷ് ഭാഷയിൽ, ചൈനീസ് ഭാഷയിൽ ലോകം ആസകലം ഉള്ള ജനങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഇപ്രകാരമുള്ള ഈ ഭാഷകളിൽ പ്രാർത്ഥിക്കപ്പെട്ടത്. അതിൽ ഒന്നാമത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രണ്ടാമത് പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മൂന്നാമത് ലോകം ആസകലമുള്ള എല്ലാ ഭരണകർത്താക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു, നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. അതിനുശേഷം സഹനത്തിലായിരിക്കുന്ന, ഏതെല്ലാം വിധത്തിൽ സഹനത്തിലായിരിക്കുന്ന രോഗികൾ, അതുപോലെ തന്നെ മരണാസന്നർ, അങ്ങനെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അവസാനമായിട്ട് ആ വലിയ സമൂഹത്തിൽ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുകയുണ്ടായി. 10,000-കണക്കിന് ആളുകൾ ഈ വിശുദ്ധ പത്രോസിൻ്റെ ചത്വരത്തിൽ ഇന്ന് കൂടിയിട്ടുണ്ടെന്നുള്ളത് നാം ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നല്ലോ. എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തി. അതിനുശേഷം കാഴ്ച സമർപ്പണമുണ്ടായി. കാഴ്ച സമർപ്പണം സമർപ്പിച്ച കാഴ്ചകളാണ് യേശുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് അപ്പവും വീഞ്ഞും രൂപാന്തരപ്പെടുന്നത്. ആ അർത്ഥത്തിലാണ് കാഴ്ച സമർപ്പണമുണ്ടായത്. കാഴ്ച സമർപ്പണത്തിന് ശേഷം ഒരു നീണ്ട പ്രാർത്ഥന, സ്തോത്രയാഗ പ്രാർത്ഥന, അതിൻ്റെ ആമുഖഗീതി, അതേ തുടർന്ന് പരിശുദ്ധൻ എന്നുള്ള ഗാനം, പരിശുദ്ധൻ എന്നുള്ള ഗാനത്തിന് ശേഷം സ്തോത്രയാഗ പ്രാർത്ഥന. സ്തോത്രയാഗ പ്രാർത്ഥന ഒരു നീണ്ട പ്രാർത്ഥനയാണ് ദിവ്യപൂജ മധ്യേ പ്രാർത്ഥിക്കുന്നത്. അതിന് പല രൂപങ്ങളുണ്ട്. ഇന്ന് ഇവിടെ ലിയോ പാപ്പ അവലംബിച്ചത് ഒന്നാമത്തെ രൂപമാണ്, ഒന്നാമത്തെ സ്തോത്രയാഗ പ്രാർത്ഥന. അത് ഏതാണ്ട് 1-ാം നൂറ്റാണ്ടിൽ നിന്ന് റോമായിലെ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് വരുന്നത്. റോമായിലെ സഭയെ നയിച്ചുകൊണ്ടിരുന്ന ലീനസ്, ക്ലീറ്റസ്, ക്ലെമന്റ്, സിക്സ്റ്റസ്, അലക്സാണ്ടർ, ഇങ്ങനെയുള്ള തുടങ്ങിയ എല്ലാ പാപ്പാമാരെയും ഒക്കെ അനുസ്മരിക്കുന്ന പ്രാർത്ഥന. അതോടെ തന്നെ ആദ്യകാലത്തുണ്ടായിരുന്ന രക്തസാക്ഷികളെ ഓർക്കുന്ന പ്രാർത്ഥന. ആഗത്ത, സിസിലി, അനസ്താസിയ, അങ്ങനെ ലൂസി എന്ന് തുടങ്ങിയ ആളുകളെ, വിശുദ്ധരെയൊക്കെ ഓർക്കുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. അതിനെ തുടർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന, അതായത് യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ആവർത്തിക്കുകയുണ്ടായി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ക്രൈസ്തവരുടെ മാത്രം പ്രാർത്ഥനയെന്നല്ല, അത് എല്ലാ മനുഷ്യർക്കും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ്. ദൈവത്തെ പിതാവെന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും അന്നന്ന് വേണ്ട ആഹാരം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, അനുവാദമുണ്ട്. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയാണ് നടത്തി. ഞങ്ങളെ തിന്മയിലേക്ക് നയിക്കരുത് എന്ന് പ്രാർത്ഥന. അങ്ങനെ ആ ഒരു പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥനയുടെ അവസാനം ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കണമേ
എന്നുള്ള ചിന്തയുണ്ട്. ആ പ്രാർത്ഥനയുടെ തുടർച്ചയായിട്ട് എംബോളിസം എന്ന് പറയും, വിപുലീകരണം. ആ പ്രാർത്ഥന ഞങ്ങളെ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന ലേവപ്പാപ്പ പ്രാർത്ഥിക്കുകയുണ്ടായി. തുടർന്ന് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് സമാധാനം ഞാൻ നിങ്ങൾക്കുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങ് അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്തുവല്ലോ. ആ പ്രാർത്ഥന ഞങ്ങൾ ആവർത്തിക്കുന്നുവെന്ന് പറഞ്ഞ് ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമാധാനത്തിനുള്ള പ്രാർത്ഥന നടത്തുകയുണ്ടായി. ഇതാണ് ഇപ്പോൾ നടന്ന. അതിനുശേഷമാണ് ദിവ്യകാരുണ്യ സ്വീകരണം നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിവ്യകാരുണ്യ സ്വീകരണമാണ്. അവിടെയുള്ള വിശ്വാസികളായ എല്ലാവർക്കും യേശുവിൻ്റെ ശരീരരക്തങ്ങൾ കൊടുക്കുന്ന അപ്പത്തിൻ്റെ രൂപത്തിലുള്ള യേശുവിൻ്റെ ശരീരം പങ്കുവയ്ക്കുന്നതാണ് നാം കാണുന്നത്. അത് കൂദാശകളുടെ അടയാളമാണ്. ഇതാണ് ഒരു ദിവ്യകാരുണ്യ കൂദാശ എന്ന് പറയുന്നത്. ഈ കൂദാശ അത് സ്വീകരിക്കുന്നവരെ ബലപ്പെടുത്തുന്നു, തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു, നന്മ ആശ്ലേഷിക്കാനുള്ള വലിയ ശക്തി പകരുകയും ചെയ്യുന്നു. ഈ ജനക്കൂട്ടം മുഴുവൻ, അവിടെ കൂടിയിട്ടുള്ള കത്തോലിക്കരായ ജനക്കൂട്ടം മുഴുവൻ ദിവ്യകാരുണ്യ സ്വീകരണം നടക്കുന്നു. ആയിരക്കണക്കിന് വൈദികർ ദിവ്യകാരുണ്യം അവർക്ക് നൽകുവാനായിട്ട്, വിതരണം ചെയ്യാനായിട്ട് പല ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നത് നാം കാണുന്നുണ്ട്. ഏതാണ്ട് ഈ സ്ഥാനാരോഹണ ചടങ്ങിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇനിയുള്ളത് സമാപന പ്രാർത്ഥനയും വലിയ ആശീർവാദം. സന്ദേശത്തിൽ സഭയ്ക്കുള്ളിലെ ഐക്യത്തിനെ കുറിച്ച്, സഭയ്ക്കുള്ളിൽ ഉണ്ടാവേണ്ട സാഹോദര്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ വിഭാഗങ്ങളായി ചുരുങ്ങേണ്ടവരല്ല സഭ, മറിച്ച് സ്നേഹം, അത് എല്ലാവർക്കും സ്നേഹത്തിന്റെ സന്ദേശം കൈമാറാനുള്ളവരാണ് സഭ എന്ന് പറയുകയുണ്ടായി. ഇന്ന് ഒരുപക്ഷെ സഭയും ഏറ്റവും കൂടുതൽ സഭയുടെ ആവശ്യവും അനിവാര്യതയും ഇത്തരത്തിലുള്ള ചെറിയ വിഭാഗങ്ങളൊക്കെ മാറി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പ്രഥമ പരിഗണന മാർപ്പാപ്പ നൽകുന്നത് അതിനാണ് എന്ന് അദ്ദേഹത്തിന്റെ സന്ദേശം കേട്ടാൽ മനസ്സിലാകും. അതെ, ഒരർത്ഥത്തിൽ ചെറിയ എല്ലാ കൂട്ടായ്മകളെയും സഭയിലുള്ള വ്യത്യസ്തതകളെ അംഗീകരിക്കാൻ സഭ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വ്യത്യസ്തതകളെ അംഗീകരിക്കുമ്പോൾ തന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വളരെ വ്യത്യസ്തത ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഐക്യത്തിലും കൂട്ടായ്മയിലും ജീവിക്കുന്നത് ആണ്. കത്തോലിക്ക സഭയ്ക്ക് 4 ലക്ഷണങ്ങളാണുള്ളത്: ഏകവും, വിശുദ്ധവും, സാർവത്രികവും, അപ്പസ്തോലികവും. ഏകം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്നാമതായി നിൽക്കുന്നത് സഭയിലുള്ള വിശ്വാസം ഒരു വിശ്വാസമാണ്. പല പാരമ്പര്യങ്ങളും പല രീതികളും പല സംസ്കാരങ്ങളും ഒക്കെ ചേരുന്ന ഒരു സഭാ സമൂഹമാണല്ലോ കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. അവിടെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായ അവകാശങ്ങൾ നൽകേണ്ട ആവശ്യമുണ്ട്. ന്യൂനപക്ഷ സമൂഹങ്ങളായിട്ടുള്ള സഭകൾക്ക് അവരുടെ പാരമ്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള അവകാശം നൽകേണ്ട അംഗീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുകയുണ്ടായി. 1962 മുതൽ 1965 വരെ സഭയിൽ നടന്ന ഏറ്റവും വലിയ സമ്മേളനമായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്ന് പറയുന്നത്. അതിലാണ് അത് ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന രീതിയിലാണ് സഭയിൽ ഇന്നും അത് നിലകൊള്ളുന്നത്. അപ്പോൾ വ്യത്യസ്തതകൾ അംഗീകരിക്കുന്നു, അതേസമയം തന്നെ വ്യത്യസ്തതകൾക്കുപരിയായിട്ട് കൂട്ടായ്മയും ഐക്യവും നിലനിർത്തണമെന്നുള്ളത്. ലേവപ്പാപ്പ ഐക്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് നമ്മളെല്ലാവരും. അത് ഈ സാധാരണ സഭയുടെ കൂട്ടായ്മയിലും ചട്ടക്കൂടുകൾക്കും പുറത്തു നിൽക്കുന്നത് ആണെന്ന് കൂടി ഈ ലേവപ്പാപ്പ പറയുകയുണ്ടായി. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കൂട്ടായ്മയും അതുപോലെ തന്നെ ഐക്യവും നിലനിർത്തിക്കൊണ്ട് പോകണം. അത് അദ്ദേഹം പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, പത്രോസേ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, നീ തിരികെ വന്ന് നിൻ്റെ സഹോദരരെ ബലപ്പെടുത്താൻ വേണ്ടി നിനക്ക് ശക്തി ഉണ്ടാകട്ടെ എന്ന് യേശു പത്രോസിനോട് പറഞ്ഞെങ്കിൽ ആ ബലം ഈ അദ്ദേഹത്തിനും ഉണ്ടാകണം. അതുവഴിയായിട്ട് എല്ലാവരെയും ഐക്യത്തിലും സ്നേഹത്തിലും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കണം എന്ന പ്രത്യാശയാണ് ലേവപ്പാപ്പ പങ്കുവച്ചത്.